പ്രിയമുള്ളവരെ, ഏവർക്കും എൻ്റെ ആത്മനമസ്തേ. ഇന്ന് നമുക്ക് നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അത്ഭുത മഹാശക്തി വിശേഷമായ കുണ്ടലിനി ശക്തിയെപ്പറ്റി ഒന്ന് മനസ്സിലാക്കാം. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന അത്ഭുത മഹാശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ജീവകാന്ത ശക്തിയാണ്. ഈ ശക്തിവിശേഷത്തെ എങ്ങനെയൊക്കെ ഉപയുക്തമാക്കാമെന്നും അതെങ്ങനെയൊക്കെയാണ് ഒരു വ്യക്തിയിൽ ഉണർന്നു വരിക എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ പല വീഡിയോകൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. എങ്കിലും പലരും ഇപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, എന്താണ് ഈ കുണ്ടലിനി ശക്തി, അല്ലെങ്കിൽ കുണ്ടലിനി ശക്തിയുടെ പ്രവർത്തനം എങ്ങനെയാണ്, അതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമുക്ക് കുണ്ടലിനി ശക്തിയുടെ ആത്യന്തികമായിട്ടുള്ള രഹസ്യം എന്താണെന്നും അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ആ ശക്തിവിശേഷത്തെ നമുക്കെങ്ങനെ ഉപയുക്തമാക്കാം, അല്ലെങ്കിൽ ആ ശക്തിവിശേഷത്തെ ഉപയുക്തമാക്കാനായിട്ട് സാധിക്കുന്നവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ കുണ്ടലിനി ശക്തി എന്താണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. കുണ്ടലിനി എന്ന് കേൾക്കുമ്പോൾ ആ വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് കുണ്ടത്തിൽ ലീനമായവള് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഉള്ളിൽ ഗുപ്തമായിരിക്കുന്ന ആ ശക്തിവിശേഷം എന്നാണ് കുണ്ടലിനിയെ നമ്മൾ പറയാറ്. അതായത് എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ശക്തിവിശേഷമാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. ആ ശക്തിവിശേഷം തന്നെയാണ് നമുക്ക് ഈ പ്രപഞ്ചത്തെ തന്നെ മുന്നോട്ട് ചലിപ്പിക്കുന്ന ശക്തി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശക്തിയും ബോധവുമായിരിക്കുന്ന രണ്ടവസ്ഥകളാണ്. അതായത് കോൺഷ്യസ്നസ്സും എനർജിയുമായിരിക്കുന്ന രണ്ടവസ്ഥകളാണ്. ആ കോൺഷ്യസ്നസ്സിനെ നമ്മൾ അൾട്ടിമേറ്റ് കോൺഷ്യസ്നസ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അഖണ്ഡമായ ബോധം എന്ന് വിളിക്കുന്നു. ആ ബോധത്തിൻ്റെ തന്നെ അവിഛിന്നമായ ഭാവത്തെയാണ് നമ്മൾ ശക്തി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ബോധമായിരിക്കുന്ന അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ് ആയിരിക്കുന്ന ആ ശിവബോധത്തിന് ഇവിടെ പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ശക്തിക്ക് പ്രവർത്തിക്കണമെങ്കിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിരിക്കുന്ന ശിവബോധവും ആവശ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശക്തി എന്ന് വിളിക്കുമ്പോൾ ആ ഒരു പ്രാപഞ്ചികമായ ഊർജ്ജത്തെ തന്നെയാണ് നമ്മൾ ശക്തി എന്ന് വിളിക്കുന്നത്. അതായത് ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് നയിക്കുന്ന, അതായത് ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന ആ ഒരു ഊർജ്ജ വിശേഷത്തെ തന്നെയാണ് നമ്മൾ ശക്തി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം, ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഈ പിണ്ടാണ്ടത്തിലും അന്തർലീനമാണ്. പിണ്ടാണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരമാണ്, ബ്രഹ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചമാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ഈ ശരീരത്തിലും അന്തർലീനമാണ് എന്നുള്ളത് നമുക്കറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ചം എങ്ങനെയാണോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എങ്ങനെയാണോ ഉത്ഭുതമായിരിക്കുന്നത്, അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ ശരീരവും ഉത്ഭുതമായിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ബോധവും അതുപോലെ തന്നെ ഊർജ്ജവും കൂടെ ചേർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ നമ്മളുടെ ശരീരവും നമ്മൾ കാണുന്ന എല്ലാ മാറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള തരത്തിൽ എനർജി ബോധവുമായിരിക്കുന്ന അവസ്ഥകൾ തന്നെയാണ്. അതായത് നമ്മൾ അധിവസിക്കുന്ന ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ വേൾഡല്ല, മറിച്ച് അതൊരു എനർജി വേൾഡാണ്. അപ്പോൾ ഈ എനർജി വേൾഡിൽ ഇവിടെ ഈ എനർജിയും കോൺഷ്യസുമായിരിക്കുന്ന അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിൽ ഈ ഒരു പ്രപഞ്ചത്തിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ വ്യക്തികളിലും അന്തർലീനമായിരിക്കുന്ന ആ അതിശക്തമായ പ്രാപഞ്ചിക ഊർജ്ജത്തെയാണ് നമ്മൾ കുണ്ടലിനി എന്ന് വിളിച്ചത്. അതായത് കുണ്ടലിനി എന്ന് വിളിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അത് നമ്മളിൽ സാധാരണ വ്യക്തികളിൽ അതൊരു നിദ്രാവസ്ഥയിൽ, അല്ലെങ്കിൽ അത് ഗുപ്തമായിരിക്കുന്ന ഒരു എനർജി വിശേഷമാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനർജിക്ക് ഒരിക്കലും മറഞ്ഞിരിക്കാനായിട്ട് സാധിക്കില്ല, അത് ഡൈനാമിക് ആണ്. അപ്പോൾ ആ എനർജിയെ മറ്റൊരു ഫോമിൽ നമ്മുടെ ഉള്ളിൽ അന്തർലീനമാക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണേണ്ടത്. അതായത് യോഗശാസ്ത്രത്തിൽ പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിൽ, അതായത് നമ്മുടെ നട്ടലിൻ്റെ ഏറ്റവും അടിയിലായിട്ടുള്ള പെരേനിയം എന്ന് പറഞ്ഞ പ്ലക്സസിൽ സ്ഥിതി ചെയ്യുന്ന മൂലാധാര ചക്രത്തിൽ, നമ്മുടെ ബേസ് ചക്രത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ റൂട്ട് ചക്രത്തിൽ 3.5 ചുറ്റി കുണ്ടലിനി നിദ്രാവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളതാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഇവിടെ ഈ 3.5 ചുറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാര ചക്രത്തിലെ ഒരു നാഡീ വിന്യാസത്തെയാണ് പറയുന്നത്. അതിനെ നമ്മൾ ഒരു സർപ്പൻ്റായിട്ട്, അല്ലെങ്കിൽ ഒരു സർപ്പത്തിൻ്റെ ആകൃതിയിലാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അതായത് ഒരു സർപ്പം ചുരുണ്ട് കിടക്കുന്നത് പോലെ നമ്മുടെ മൂലാധാര ചക്രത്തിൽ, നമ്മുടെ ബേസ് ചക്രത്തിൽ ഈ ഒരു ശക്തിവിശേഷം അന്തർലീനമായിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 3.5 ചുറ്റ് എന്നുള്ളതും ഈ സർപ്പാകൃതി എന്നുള്ളതും ഒക്കെ പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. അവിടെ നമ്മൾ ഇപ്പോൾ മൂലാധാര ചക്രത്തിൻ്റെ ഏരിയയിൽ നമ്മളിപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു ശക്തിവിശേഷത്തെയോ ഈ ചുറ്റോ ഒന്നും കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ 3.5 ചുറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 3 ചുറ്റെന്ന് പറയുന്നത് നമ്മുടെ സത്വ രജ തമോ ഗുണങ്ങളെയാണ് പറയുന്നത്. അരച്ചുറ്റെന്ന് പറയുന്നത് നമ്മുടെ ഉയർന്ന ബോധത്തെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുണ്ടലിനി ശക്തിയെ സർപ്പത്തിൻ്റെ രൂപത്തിൽ പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ആ സർപ്പം 3.5 ചുറ്റി അതിൻ്റെ വാല് കടിച്ചു പിടിച്ച് നിദ്രാവസ്ഥയിലിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ആ വാല് കടിച്ചു പിടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അതിന് മുകളിലേക്ക് വരാനുള്ള സാധ്യത അവിടെ ഇല്ലാതാവുകയാണ്. അത് നമ്മുടെ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ അവസ്ഥയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് മാത്രമാണ് ഈ കുണ്ടലിനി ശക്തിയെ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കുന്നത്.
കാര്യം നമ്മളുടെ ഉള്ളിലുള്ള അത്ഭുത മഹാശക്തി വിശേഷമാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവകാന്ത ശക്തിയാണ് കുണ്ടലിനി എന്ന് പറയുന്നത്. നമ്മുടെ ജീവകാന്ത ശക്തി എന്ന് പറയുമ്പോൾ അവിടെ ജീവനുണ്ട്, ആ ഒരു കാന്തം അല്ലെങ്കിൽ ആകർഷണമുണ്ട്, അതുപോലെ തന്നെ അവിടെ ശക്തിയുമുണ്ട്. ഈ 3 വിശേഷങ്ങളും കൂടെ ചേരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശക്തിവിശേഷം നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുകയും അതിനെ നമുക്ക് ഉപയുക്തമാക്കാതെ നമ്മളൊരു സാധാരണ രീതിയിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എക്സ്ട്രാ എനർജിയുടെ ആവശ്യം അവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് കാര്യമെന്ന് പറയുന്നത്. നമുക്കറിയാം 99% ആളുകളും ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ അവർ ഭൗതികമായ തലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ ഭൗതികമായ തലങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഭൗതികമായ തലങ്ങളിൽ അവർക്ക് ഫുഡ്, സെക്യൂരിറ്റി, ഷെൽട്ടർ ഇങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ തേടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊരു എക്സ്ട്രാ എനർജിയുടെ ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ അവർ കൂടുതൽ ഉയർന്ന ബോധാവസ്ഥയിലേക്കൊന്നും കടക്കുവാനായിട്ട് ശ്രമിക്കുന്നില്ല. എന്നാൽ ഒരു ആത്മീയ സാധനയിലേക്ക് കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ ഭൗതികമായ കാര്യങ്ങൾക്ക് അപ്പുറത്ത് എന്താണ് ഉള്ളത് എന്നുള്ളതിനെ പറ്റിയും അതുപോലെ തന്നെ ഞാൻ ആരാണ് എന്നുള്ള സ്വത്വബോധത്തെ അറിയുവാനായിട്ടുള്ള സാധനയിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലെ ഈ എക്സ്ട്രാ ശക്തിവിശേഷത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ബോധത്തെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് വികസിപ്പിക്കേണ്ടതും ആവശ്യമാണ്. അതായത് ഒരു ആത്മീയ സാധനയിലേക്ക് കടക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ബോധാവസ്ഥയിൽ കൂടുതൽ വികാസം പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. ബോധാവസ്ഥയിൽ കൂടുതൽ വികാസം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളെ അറിയുവാനായിട്ടും കൂടുതൽ ആത്മീയമായ തലങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാനായിട്ടും സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമ്മളൊരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു മോസ്കിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവിടെ ഉള്ള പുരോഹിതന്മാർ പറഞ്ഞു തരുന്ന പ്രാർത്ഥനകളൊക്കെ ചൊല്ലി നമ്മൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ആത്മീയത എന്നാണ് നമ്മൾ സാധാരണ ധരിച്ചു വെക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ആത്മീയതയുടെ സയൻസിലൂടെ കടന്നു പോകുന്ന സമയത്ത് യഥാർത്ഥമായ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈ മതപരമായിട്ടുള്ള സ്പിരിച്വാലിറ്റി അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് നമ്മളിലേക്ക് തന്നെയുള്ള ആ ഒരു ഇറങ്ങിച്ചെല്ലലും ഞാൻ ആരാണ് എന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം തേടലുമാണ് യഥാർത്ഥമായ ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയ സാധനയിലേക്ക് കിടക്കുന്ന ഒരു സാധകൻ എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വത്വഭാവത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവിടെ അവൻ്റെ മനസ്സിനെ അതിവർത്തിച്ച്, അവൻ്റെ ശരീരത്തെ അതിവർത്തിച്ച്, അവൻ്റെ മനസ്സിനെ അതിവർത്തിച്ച്, അവൻ്റെ വൈകാരിക ഭാവങ്ങളെ അതിവർത്തിച്ച് അതിൻ്റെയൊക്കെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, അവിടെ എന്താണ് നമ്മുടെ ആത്മബോധമായിട്ടിരിക്കുന്നത് എന്നുള്ളതിനെ അറിയാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം, അഷ്ടാംഗ യോഗത്തിലൂടെ പതഞ്ജലി മഹർഷി നമുക്ക് പറഞ്ഞു തരുന്നതും അതുതന്നെയാണ്. ഇപ്പം യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം കടന്ന് സമാധിയിലേക്ക് എത്തുന്ന ഒരു സാധകന് മാത്രമാണ് തൻ്റെ സ്വത്വബോധത്തിലേക്ക് എത്താനായിട്ട് ഉള്ള മാർഗം അഷ്ടാംഗയോഗത്തിലും പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന ഈ അത്ഭുത മഹാശക്തി അത് നിദ്രാവസ്ഥയിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് സാധാരണ ആളുകൾക്ക് ഈ ഒരു അത്ഭുത ശക്തി വിശേഷത്തെ അറിയുവാനായിട്ട് സാധിക്കാത്തത്. പക്ഷേങ്കിൽ എല്ലാ മനുഷ്യരിലും ഈ ഒരു ശക്തിവിശേഷം അന്തർലീനമായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു സാധനയിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ശക്തിവിശേഷത്തെ ഉപയോഗിക്കുവാനായിട്ടും അതുപോലെ തന്നെ ഈ ഒരു ശക്തിവിശേഷത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ കൂടുതൽ ആത്മീയമായ പാതയിലേക്ക് ഉയർച്ച നേടുവാനായിട്ടും അവർ ശ്രമിക്കുന്നത്. അപ്പോൾ അങ്ങനെ ശ്രമിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്തിയെടുക്കേണ്ട ആവശ്യം വരുന്നത്. അപ്പോൾ കുണ്ടലിനെ ഉണർത്തിയെടുക്കാനായിട്ട് പല മാർഗ്ഗങ്ങളും, ഇപ്പോൾ യോഗയിലാണ് പല യോഗാസനങ്ങളും പ്രാണായാമങ്ങളും ഒക്കെ ഉടൽ ബന്ധങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്ത്രമാർഗ്ഗത്തിലാണെങ്കിലും അതിനുവേണ്ട പല ക്രമങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ബീജാക്ഷര ധ്യാനങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല മാർഗ്ഗങ്ങളിലൂടെ, മാർഗ്ഗം ഏതായാലും കുഴപ്പമില്ല, പല മാർഗ്ഗങ്ങളിലൂടെ പല വാതിലുകളിലൂടെ നമുക്ക് കുണ്ടലിനെ ഉണർത്താനുള്ള സാധ്യതകളെ നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏത് സാധനം നമ്മൾ വിനിയോഗിക്കുന്നോ അതിനനുസരിച്ച് ആയിരിക്കും നമ്മളുടെ ഉള്ളിലെ ആ കുണ്ടലിനിയുടെ അനുഭവം നമുക്ക് ഉണ്ടാവുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമാണ് കുണ്ടലിനിയുടെ അനുഭവമുള്ള ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്തുകൊണ്ട് കുണ്ടലിനിയുടെ അനുഭവത്തിലേക്ക് കടക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളുടെ കുണ്ടലിനി മെഡിറ്റേഷൻ ആൻഡ് ഹീലിംഗ് റിട്രീറ്റ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ ഏതാണ്ട് 3 ദീക്ഷകളാണ് അതിനകത്ത് കൊടുക്കുന്നത്. അതായത് ചക്രങ്ങളിലെ ബീജാക്ഷരങ്ങളെ ഉപയോഗിക്കാനായിട്ടുള്ള വർണ്ണമയ ദീക്ഷ, അതുപോലെ തന്നെ ഹീലിംഗ് ദീക്ഷ, അതുപോലെ തന്നെ കുണ്ടലിനി ദീക്ഷ. അപ്പോൾ അങ്ങനെ ഒരു ഗുരുവിൽ നിന്ന് ദീക്ഷ എടുത്ത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഈ അത്ഭുത ശക്തി വിശേഷത്തെ നമുക്ക് അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇവിടെ കുണ്ടലിനി എന്ന് പറയുന്ന ഈ അത്ഭുത മഹാശക്തി വിശേഷത്തെ നമുക്ക് ഈ പറഞ്ഞ സാധനാ മാർഗങ്ങളിലൂടെ കടന്നുപോയി നമുക്ക് ഉണർത്തിക്കൊണ്ട് വരുവാനായിട്ട് സാധിച്ചാൽ നമുക്ക് കൂടുതൽ ആത്മീയമായ ഉണർവുകളാണ് ഉണ്ടാവുന്നത്. അതായത് ആത്മീയ തലത്തിൽ നമ്മുടെ ബോധത്തിൻ്റെ തലത്തിൽ നമുക്ക് കൂടുതൽ വികാസം പ്രാപിക്കാൻ പറ്റുമെന്നുള്ളതാണ് വാസ്തവം. എന്നാൽ പലരും തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു മേഖലയെന്ന് പറയുന്നത് കുണ്ടലിനി ഉണരുക എന്ന് പറഞ്ഞാൽ അവന് ഏതാണ്ട് ഒരു അത്ഭുത മനുഷ്യനായി മാറുന്ന രീതിയിലാണ് പലരും പ്രചരിപ്പിക്കുന്നത്. അതായത് എന്തൊക്കെ
അത്ഭുത പ്രവൃത്തികൾ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യക്തികളായി അവർ മാറുന്നു എന്നുള്ളതാണ് സാധാരണ മനുഷ്യരെ മനസ്സിലാക്കുന്നത്. എന്നാൽ അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു മജീഷ്യൻ കാണിക്കുന്ന മാജിക്ക് പോലെയുള്ള അത്ഭുതങ്ങൾ കാണിക്കുന്ന ആളുകളായിട്ട് മാറുകയല്ല ഒരു കുണ്ടലിനി ഉണർന്ന സാധകനിൽ സംഭവിക്കുന്നത്. മറിച്ച് അവൻ്റെ സ്വത്വബോധത്തിലേക്ക് ആഴത്തിൽ കടന്നു ചെല്ലാനുള്ള ഒരു മാർഗം അവിടെ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കുണ്ടലിനി യോഗത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അണിമാതി അഷ്ടസിദ്ധികളെ പറ്റി പറയുന്നുണ്ട്. അണിമാതി അഷ്ടസിദ്ധികൾ എന്ന് പറഞ്ഞാൽ അണിമ, മഹിമ, ഗരിമ, ലഹിമ, പ്രാപ്തി, പ്രാഗാമ്യം, വശത്വ, വീശത്വം എന്ന് പറയുന്ന 8 സിദ്ധികളെ പറ്റി പറയുന്നുണ്ട്. എന്നാൽ അത് ഭൗതിക തലത്തിലല്ല ആ സിദ്ധികൾ നമുക്ക് ലഭിക്കുക, മറിച്ച് അത് നമ്മുടെ ബോധതലത്തിലാണ് അല്ലെങ്കിൽ ഭൗതിക തലത്തിലാണ് ആ സിദ്ധികളെ നമുക്ക് ലഭിക്കുക. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം അണിമ എന്ന് പറയുന്ന സിദ്ധി, അണിമ എന്ന് പറഞ്ഞാൽ ഒരു അണുവിനോളം ചെറുതായി നമ്മൾ ഈ പ്രപഞ്ചത്തെ വീക്ഷിക്കുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ബോധതലത്തിൽ നമ്മളൊരു അണുവിനോളം ചെറുതായിക്കൊണ്ട് ആ അണു കാണുന്ന കാഴ്ച എന്താണ്, അല്ല അത്രയും സൂക്ഷ്മമായ തരത്തിലുള്ള ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ അറിയാനുള്ള സിദ്ധിയാണ് അണിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ 8 സിദ്ധികളും നമുക്ക് കുണ്ടലിനി ശക്തിയുടെ ഉണർവിലൂടെ നമുക്ക് സാധ്യമാകുന്നതാണ് ഒരു വ്യക്തിയിൽ. എന്നാൽ അങ്ങനെ സാധ്യമാകണമെന്നുണ്ടെങ്കിൽ അയാളുടെ ബോധാവസ്ഥയിൽ കൂടുതൽ വികാസം പ്രാപിക്കേണ്ടി ഇരിക്കുന്നു. അതായത് കുണ്ടലിനിയുടെ ഉണർവ് എന്ന് പറയുന്നത് നമ്മളുടെ ഷഡാധാര ചക്രങ്ങളിലൂടെയാണ് കുണ്ടലിനി ഉണർന്ന് വരുന്നത്. നമുക്കറിയാം ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഡീ കേന്ദ്രങ്ങളാണ്. അപ്പം നമ്മളുടെ പ്രധാനപ്പെട്ട 3 നാഡികളായിട്ടുള്ള ഇടയും, പിങ്ങളയും, സുഷുമ്നയും സന്ധിക്കുന്ന 6 കേന്ദ്രങ്ങളെയാണ് നമ്മൾ ഷഡാധാര ചക്രങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ തുടങ്ങിയ ഷഡാധാര ചക്രങ്ങൾ. ഈ മൂലാധാരം തൊട്ട് ആജ്ഞ വരെയുള്ള ഈ ഷഡാധാര ചക്രങ്ങളിലൂടെയാണ് കുണ്ടലിനി ശക്തിയുടെ ഉണർവ് ഉണ്ടാകുമ്പോൾ ഈ ഷഡാധാര ചക്രങ്ങളെയും ചലിപ്പിച്ചുകൊണ്ടാണ്, അല്ലെ പ്രദർശനമാക്കിക്കൊണ്ടാണ് കുണ്ടലിനി മുകളിലേക്ക് ഉയരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ചക്രങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ ലിമിറ്റേഷനെയും ഒരു വ്യക്തി അവിടെ അതിവർത്തിക്കുന്നു എന്നുള്ളതാണ് കുണ്ടലിനിയുടെ പ്രവർത്തനത്തിലൂടെ കൈവരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഗുണമെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ ഷഡാധാര ചക്രങ്ങളും നമ്മുടെ ഭൗതികവും ആത്മീയവും അതുപോലെ തന്നെ വൈകാരികമായ തലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചക്രങ്ങളെ പ്രദർശനമാക്കുന്നതോടുകൂടി ഒരു വ്യക്തി ഒരു ഉയർന്ന തലത്തിലുള്ള ഒരു ഹയർ ബീയിങ് ആയിട്ട് അവിടെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി ആ കുണ്ടലിനി ശക്തി ഷഡാധാര ചക്രങ്ങളെ താണ്ടി നമ്മുടെ സഹസ്രാരത്തിലേക്ക് എത്തുമ്പോൾ, അതായത് പടിയാറും കിടന്നാൽ ഭഗവാനെ കാണാമെന്നാണ് പറയുന്നത്. അതായത് സഹസ്രാരത്തിലാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ശിവബോധം ഇരിക്കുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ് കോൺഷ്യസ്നെസ്സിന്റെ ഇരിപ്പിടമായിട്ടാണ് സഹസ്രാരത്തെ നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സഹസ്രാരത്തിൽ ഇരിക്കുന്ന അൾട്ടിമേറ്റ് കോൺഷ്യസ് ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ അഖണ്ഡമായ ബോധമായിരിക്കുന്ന ആ ബോധവുമായി ഈ ശക്തി ഒന്നായി തീരുമ്പോഴാണ് ആ ബോധത്തിന് കൂടുതൽ വികാസം പ്രാപിക്കുവാനായിട്ട് ഉള്ള ശേഷി കൈവരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ബോധം കൂടുതൽ വികാസം പ്രാപിച്ച് ഈ പ്രാപഞ്ചിക ബോധവുമായി ഒന്നായി തീർന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഗ്രഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു അവസ്ഥ കൈവരിക്കുമ്പോഴാണ് ഒരാൾ യഥാർത്ഥ സാധകനായി അല്ലെങ്കിൽ ഒരു ആത്മീയ അന്വേഷകനായി തീരുന്നത്. അങ്ങനെ ഒരു യഥാർത്ഥ സാധകനായി തീരുന്ന ഒരു വ്യക്തിയിലാണ് സമാധി അല്ലെങ്കിൽ ആ ഒരു പരമാത്മായ ആനന്ദത്തിന്റെ അവസ്ഥ സംജാതമാകുന്നത്. നമുക്കറിയാം, നമ്മൾ കുണ്ടലിനിയിലേക്ക് കിടക്കുന്ന സമയത്ത് തന്നെ നമ്മളെ തന്നെ നമ്മുടെ അന്നമയ കോശമായും പ്രാണമയ കോശമായും മനോമയ കോശമായും വിജ്ഞാനമയ കോശമായും മനസ്സിലാക്കി ആ ഓരോ കോശങ്ങളെയും അതിന് ആവശ്യമായിട്ടുള്ള പ്രാക്ടീസിലൂടെ കടന്നുപോയിക്കൊണ്ട് അതിനെ ഓരോ കോശങ്ങളെയും നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ നിന്നാണ് ഏറ്റവും ഒടുവിലാണ് നമ്മൾ നമ്മുടെ ആനന്ദമയ കോശത്തിലേക്ക് കടക്കുന്നത്. ആനന്ദത്തിലേക്ക് കടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ആ പരമാനന്ദത്തിലേക്ക് കടക്കുമ്പോഴാണ് അല്ലെ ആ പരമാനന്ദ അവസ്ഥ നമ്മൾ സംഭവിക്കുമ്പോഴാണ് നമ്മളുടെ കുണ്ടലിനി യഥാർത്ഥമായിട്ടുള്ള നമ്മുടെ കോൺഷ്യസുമായി ഒന്നായി തീർന്നുകൊണ്ട് ഈ പ്രപഞ്ചബോധത്തിന്റെ ഭാഗമായി തീരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു കൃത്യമായിട്ടുള്ളൊരു സാധനയിലൂടെയും അതുപോലെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന ദീക്ഷയിലൂടെയും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ശക്തിവിശേഷത്തെ പ്രവർത്തനക്ഷമമാക്കുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ശക്തിവിശേഷത്തെ പ്രവർത്തനക്ഷമമാക്കി കഴിഞ്ഞാൽ നമുക്കൊരു ആത്മീയ ഉണർവ് മാത്രമല്ല സംഭവിക്കുന്നത്, മറിച്ച് നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന നമ്മുടെ സഹജമായ കഴിവുകളെ നമുക്ക് വളരെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു ഭൗതിക തലത്തിലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഓരോരുത്തരിലും ഈ പ്രപഞ്ചം അനന്തമായ സാധ്യതകളെ അന്തർലീനമാക്കി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പോലും അറിയാത്ത അല്ലെ നമ്മൾ പോലും തിരിച്ചറിയാത്ത ഒരുപാട് സാധ്യതകളെയും കഴിവുകളെയും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ശരീരത്തിൻ്റെ എത്രയോ ശക്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലോകത്തിൽ ഇന്ന് വരെ ഒരു ശാസ്ത്രത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ അത്രയും പവറുള്ള ഒരു മിഷനെ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ സഹജമായ കഴിവുകളെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് കുണ്ടലിനിയെ കേന്ദ്രീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ കുണ്ടലിനിയുടെ അനുഭവം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സാധിക്കുന്ന സമയത്ത് അയാളുടെ ഭൗതിക സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ അയാൾ ഇടപെടുന്ന മേഖലകളിലുമെല്ലാം വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് അയാൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് അയാൾ അങ്ങനെ കുണ്ടലിനിയുടെ ഒരു അനുഭവമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ അയാൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അയാളിലേക്ക് ആകർഷിക്കുവാനായിട്ടും
അതുപോലെ തന്നെ ഈ പ്രപഞ്ചത്തിൽ നിന്ന് എന്തിനേയും ആവശ്യപ്പെട്ട് അയാളുടെ സ്വന്തമാക്കി എടുക്കുവാനായിട്ടും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് കുണ്ടലിനിയുടെ അനുഭവമുള്ള ആളുകളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ബൗദ്ധിക തലത്തിലാണെങ്കിലും അല്ലെ അവരുടെ ഭൗതിക തലത്തിലാണെങ്കിലും അവർ വളരെ വലിയ നിലയിലേക്ക് മാറിയ വ്യക്തികളായിരിക്കും. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു 1000 പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ 1-2 പേരായിരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് മാറുന്ന വ്യക്തികളാണ് ശരിക്കും പറഞ്ഞാൽ കുണ്ടലിനി ശക്തിയുടെ അനുഭവമുള്ള ആളുകൾ എന്ന് പറയുന്നത്. ചിലർ കൂടുതൽ സ്പിരിച്വാലിറ്റിയിലേക്ക് കടന്നു പോകും, ചിലർ അവരുടെ ഭൗതിക തലത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജീവിതം കൂടുതൽ ഉന്നതമായ നിലയിലേക്ക് പരിവർത്തനം ചെയ്യുവാനായിട്ട് ഈ ഒരു ശക്തിവിശേഷത്തിൻ്റെ അനുഭവം അവരെ സഹായിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം അനുഭവം പറയുകയാണെങ്കിൽ, എന്നിൽ ആ കുണ്ടലിനി ശക്തിയുടെ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പും അതിന് ശേഷവുമുള്ള ആളെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്തമായ ആളുകളായിരുന്നു. അതായത് അതിന് മുമ്പുള്ള ആളെന്ന് പറഞ്ഞാൽ സാധാരണ ബിസിനസ്സൊക്കെ ചെയ്ത് സാധാരണ ഭൗതിക ജീവിതത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനെന്ന് പറയുന്നത്. എന്നാൽ അവിടെ നിന്ന് എന്നിൽ ആ ഒരു കുണ്ടലിനിയുടെ അനുഭവം ഉണ്ടായതിനു ശേഷം എന്നിലുണ്ടായ മാറ്റങ്ങളെന്ന് പറയുന്നത് വളരെ വലിയ ആത്മീയമായ തലങ്ങളിലേക്ക് എനിക്ക് കടന്നു പോകാനായിട്ടും അങ്ങനെയുള്ള അറിവുകളെ എനിക്ക് സംശീലിച്ചെടുക്കുവാനായിട്ടും പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ കാര്യങ്ങളെ അറിയുവാനായിട്ടും ഒക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എനിക്ക് നേരത്തെ ഇതുപോലെയുള്ള ഒരു സംസാരശേഷി ഉണ്ടായിരുന്ന ആളല്ലായിരുന്നു ഞാൻ. എനിക്ക് വളരെ സ്റ്റാമറിങ്ങിൻ്റെ പ്രശ്നമുള്ള ഒരാളായിരുന്നു ഞാൻ. എന്നാൽ ഇന്ന് ഞാൻ 2-3 ദിവസം തുടർച്ചയായിട്ട് ആളുകൾ ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ ആ കുണ്ടലിനിയുടെ അനുഭവത്തിലൂടെ എന്നിൽ തന്നെ ഉണ്ടായ ശാരീരികവും മാനസികവും അതുപോലെ തന്നെ ആത്മീയമായ ഒരു ഉയർച്ചയാണ് എനിക്കൊരു എക്സാമ്പിളായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുവാനായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് കുണ്ടലിനിയുടെ അനുഭവമുള്ള ധാരാളം ആളുകളെ നമുക്ക് ചുറ്റിനും കാണാനായിട്ട് സാധിക്കും. അവരൊക്കെ ഇന്ന് ജീവിതത്തിൻ്റെ വളരെ വലിയ ഉയർന്ന തലങ്ങളിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ചിലരൊക്കെ ആത്മീയതയുടെ ഉന്നതങ്ങളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മ രഹസ്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പല രീതിയിലുള്ള രഹസ്യങ്ങളെ നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുണ്ടലിനി ശക്തി എന്നത് എല്ലാ മനുഷ്യരിലും അന്തർലീനമായിരിക്കുന്ന ആ ഒരു മഹാശക്തി വിശേഷമാണ്. അപ്പോൾ അതിനെ ആവശ്യമുള്ള ആളുകൾക്ക് സാധനയിലൂടെ കടന്നുപോയി ദീക്ഷയിലൂടെ കടന്നുപോയി അതിനെ ഉപയുക്തമാക്കാവുന്നതാണ്. ഇപ്പോൾ സാധാരണ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സാധന മാർഗങ്ങളിലൂടെ കടന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. എന്നാൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ കൂടുതൽ സ്പിരിച്വാലിറ്റി തേടുന്ന ആളുകൾ ഒക്കെ ഈ ഒരു സാധന മാർഗത്തിലൂടെ കടന്നു പോവുകയും ആ കുണ്ടലിനി ശക്തിയുടെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഉയർന്ന തലത്തിലേക്ക് അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഒരു കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് ഒരു പരിവർത്തനം ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ഗുരുവിനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചുകൊണ്ട് ആ ഒരു കുണ്ടലിനിയുടെ അനുഭവത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഇതേപോലെ കൂടുതൽ ഉയർന്ന തലത്തിലേക്ക് നിങ്ങൾക്ക് പരിവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതിന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു സബ്ജക്റ്റുമായി കാണുന്നതുവരെ നിങ്ങളുടെ സ്വന്തം യാഷ. Yasha Living, synchronizing the art, tactics and spirituality.